എം മുകേഷ് MLA-യുടെ രാജിക്കായി സ്ത്രീപക്ഷ പ്രവർത്തകർ. സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കണമെന്ന് സാറ ജോസഫ്, കെ അജിത, KR മീര അടക്കം 100 പേർ ഒപ്പിട്ട സംയുക്ത പ്രസ്താവന ആവശ്യപ്പെടുന്നു. മുകേഷ് വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും നിരവധി ആരോപണങ്ങൾ നേരിടുന്നയാളാണെന്നും പ്രസ്താവനയിലുണ്ട്. ലേബി സജീന്ദ്രൻ വിവരങ്ങൾ നൽകും. ലേബി, ഇപ്പോൾ 100 സാംസ്കാരിക പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ, സ്ത്രീപക്ഷ പ്രവർത്തകരുടെ പ്രതിഷേധ കുറിപ്പായിട്ട് വേണം ഇതിനെ കാണാൻ. എന്താണ് ആ പ്രതിഷേധ കുറിപ്പിൽ പറയുന്നത്? ആരൊക്കെയാണ് ഒപ്പിട്ട പ്രമുഖർ? എം മുകേഷ് MLA-യുടെ രാജിക്കായി സ്ത്രീപക്ഷ പ്രവർത്തകർ ആവശ്യപ്പെടുകയാണ്. സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും മുകേഷിനെ ഒഴിവാക്കണമെന്നാണ് എഴുത്തുകാരടക്കം അടങ്ങുന്ന പ്രവർത്തകരുടെ പ്രതികരണം വരുന്നത്. 100 പേർ ഒപ്പിട്ട സംയുക്ത പ്രസ്താവനയാണ് ഇത്. മുകേഷ് വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും നിരവധി ആരോപണങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് ഈ പ്രസ്താവനയിലുള്ളത്. ലേബി, കേൾക്കാമോ? ലേബി, കേൾക്കാമോ? സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ട പ്രമുഖരാരൊക്കെയാണ്? സാറ ജോസഫും കെ അജിതയും അടക്കമുള്ള പേരുകൾ കാണുന്നു. എന്താണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്? സ്മൃതി, സാറ ജോസഫും KR മീരയും കെ അജിതയും അടക്കമുള്ള സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആക്ടിവിസ്റ്റ് ചിന്തയുള്ള സ്ത്രീകളാണ് ഒരുമിച്ച് ചേർന്ന ഇത്തരത്തിൽ സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റണം. നിയമസഭാ സാമാജികൻ എന്നുള്ളൊരു പദവിക്ക് മുകേഷ് അർഹനല്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ ഒരു കാരണവശാലും മുകേഷിനെ ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല. അത് തൊഴിൽ മേഖലയിലാകട്ടെ, അതുപോലെ തന്നെ വ്യക്തിജീവിതത്തിലാകട്ടെ, എല്ലാ ഇടങ്ങളിലും ഒരുപോലെ തന്നെ കളങ്കിതനായ ആളാണ് മുകേഷ്. അതുകൊണ്ട് തന്നെ മുകേഷിനെതിരെ ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ളത് കടന്നു വന്നിരിക്കുന്നു. 3 സ്ത്രീകൾ ഇപ്പോൾ തന്നെ പരാതിയുമായി രംഗത്തുണ്ട്. ഇത്രയും ഗുരുതര ആരോപണങ്ങൾ, അതായത് ബലാത്സംഗ കേസ്, ഒപ്പം തന്നെ തൊഴിലിടത്തിലെ പീഡനം, ഒപ്പം തൊഴിലിടത്തിലെ വിവേചനം തുടങ്ങി നിരവധി കേസുകളാണ് മുകേഷിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ MLA സ്ഥാനത്തോ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ മറ്റേതെങ്കിലും സമിതിയിലോ ഇരിക്കാൻ മുകേഷ് യോഗ്യനല്ല എന്നാണ് ഈ സ്ത്രീകളുടെ 100 പ്രമുഖരായ സ്ത്രീകളുടെ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. സ്മൃതി, MLA സ്ഥാനവും രാജിവെക്കണം എന്ന് തന്നെയാണോ ഇതിലെ ആവശ്യം? തീർച്ചയായും സ്മൃതി, MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യത്തോടെയാണ് പ്രസ്താവന തുടങ്ങുന്നത് തന്നെ. നിയമസഭാ സാമാജികൻ എന്നുള്ള പദവി സംസ്ഥാന സർക്കാരിന് പദവിയിലിരിക്കാൻ യോഗ്യനല്ല എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ തന്നെ തിരിച്ചറിയേണ്ടതാണ്. സംസ്ഥാന സർക്കാർ മുകേഷ് സ്വയം പിൻവാങ്ങാൻ തയ്യാറല്ലെങ്കിൽ സർക്കാർ തന്നെ ആ പദവിയിൽ നിന്ന് രാജിവെക്കാൻ മുകേഷിനോട് ആവശ്യപ്പെടേണ്ടതാണ്. ഇനിയും MLA സ്ഥാനത്ത് മുകേഷിന് തുടരാനാകില്ല. ആ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് ഈ സംയുക്ത പ്രസ്താവനയിലെ പ്രധാന ആവശ്യം. അതിനൊപ്പമാണ് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ചലച്ചിത്ര നയ രൂപീകരണ സമിതി ഉൾപ്പെടെയുള്ള ഇത്തരം സമിതികളിലൊന്നും മുകേഷിനെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ള കാര്യവും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും MLA സ്ഥാനത്ത് നിന്ന് മുകേഷിനെ മാറ്റണം എന്ന് തന്നെയാണ് സാറ ജോസഫും കെ അജിതയും അതുപോലെ തന്നെ KR മീരയും രേഖാരാജും ഒക്കെ അടക്കമുള്ള 100 സ്ത്രീപക്ഷ ആക്ടിവിസ്റ്റുകളുടെ സംയുക്ത പ്രസ്താവനയിൽ ഇപ്പോൾ പറയുന്നത്. സ്മൃതി, ലേബി, ഇതിലിപ്പോൾ സാറ ടീച്ചറായാലും അജിതയായാലും KR മീരയായാലും എല്ലാ കാലത്തും സർക്കാരിൻ്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നവരല്ല. ചില സമയത്ത് ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരാണ്. പക്ഷേ ഈ കാലം അത്രയും പിണറായി സർക്കാരിന് പിന്തുണ നൽകിയിരുന്ന CPM അനുകൂല നിലപാടുള്ള വനിതാ പ്രവർത്തകരുണ്ടോ ഈ പ്രസ്താവനയിൽ? സ്മൃതി, തീർച്ചയായും ഇതിൽ സമൂഹത്തിൽ വളരെ എല്ലാ വിഷയങ്ങളിലും പൊതുവിൽ ഇടപെടുന്ന ആളുകൾ തന്നെയാണ് ഇതിലുള്ളത്. ഇപ്പോൾ സാറ ജോസഫ് ആകട്ടെ, KR മീര ആകട്ടെ, അതുപോലെ തന്നെ അജിതയാവട്ടെ, രേഖാരാജ് ആവട്ടെ, ഇവരൊക്കെ പൊതുവെ സംസ്ഥാന സർക്കാരിന് ഒരു ഇടതുപക്ഷ ചിന്താധാര പുലർത്തുന്നവരാണെങ്കിൽ പോലും ഇവരൊക്കെ വിമർശിക്കേണ്ട സമയത്ത് വിമർശനവുമായി രംഗത്ത് വരാൻ ശ്രദ്ധിച്ചിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്
ഒരു സ്ത്രീപക്ഷ ഒരു സമൂഹത്തിൻ്റെ ഒരു സ്ത്രീ പരിച്ഛേദം ഈ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ചിന്താധാര പുലർത്തുന്നവർ തന്നെ ഈ ഒരു വിഷയത്തിൽ വ്യക്തമായ നിലപാടുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിൽ എം മുകേഷിനെ ഇതിൽ നിന്ന് മാറ്റണം. സ്മൃതി, ഒരു നിമിഷം ഞാൻ ആ പേരുകൾ മുഴുവൻ വായിക്കാം. ഇതിൽ സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കുന്നവരും അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനോട് ഒത്തുപോകുന്നവരും എല്ലാം വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ സർക്കാർ നിലപാടുമായി പുലർത്തുന്നവരൊക്കെ ഇതിലുണ്ട്. എങ്കിൽ പോലും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതാണ്, ഈ ഒരു വിഷയത്തിൽ, അതായത് മുകേഷിൻ്റെ വിഷയത്തിൽ ഇതൊരു രാഷ്ട്രീയമല്ല, കക്ഷി രാഷ്ട്രീയമല്ല. ഇതിൽ ഗാർഹിക പീഡനമുണ്ട്, ഒരു തൊഴിലിടത്തിലെ പീഡനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലൊരു നിലപാടിൽ എല്ലാവരും ഒരേ നിലപാട് തന്നെ പുലർത്തുകയാണ്. ഇവർ പറയുന്ന കാര്യവും ഇതുതന്നെയാണ് സ്മൃതി. അതായത് സംസ്ഥാന സർക്കാർ ഒരു MLA നിയമസഭാ സാമാജികൻ എന്നുള്ളത് 140 പേരിൽ ഒരാളാണ്. ഏറ്റവും ഔന്നത്യമായ പദവി പുലർത്തുന്ന ഒരാളാണ്. ആ ഒരു രംഗത്ത് ഇരിക്കുന്നയാൾ സ്വാഭാവികമായും ആ ഒരു സീറ്റിൻ്റെ മഹനീയത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. മുകേഷിൻ്റെ കാര്യത്തിൽ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒരുപോലെ കളങ്കിതനാണ്. ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മുകേഷ് MLA സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ രംഗത്ത് നിന്ന് മാറി നിൽക്കുക തന്നെ വേണം. സ്വമേധയെ അദ്ദേഹം ഒഴിയുകയാണ് വേണ്ടത്. ഒഴിയാൻ സന്നദ്ധത കാണിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ഇതിലുള്ള ബാക്കി പേരുകൾ കൂടി നോക്കുമ്പോൾ സ്മൃതി ഓർക്കുക, ഇതിൽ സംസ്ഥാന സർക്കാർ ഏകദേശം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഭൂരിഭാഗവും ഇടത് ചിന്താധാരയിൽ തന്നെ നിൽക്കുന്നവരാണ്. സംസ്ഥാന സർക്കാർ തുടരണം. ഈ ഒപ്പിട്ടവരിൽ നിന്ന് പ്രതികരണങ്ങൾ തേടുകയാണ്.